പ്രതീക്ഷിച്ച പോലെ ഡോക്ടർ ഹാരിസിനെതിരെ പാർട്ടിയും സംസ്ഥാന സർക്കാരും കൂടാതെ പാർട്ടി മാധ്യമവും രംഗത്തെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് മൂലം സർജറി മുടങ്ങിയതും നിരവധി രോഗികൾ ബുദ്ധിമുട്ടിയതുമായ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടൽ നടത്തിയ ആരോഗ്യവകുപ്പ് ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സകളും പുനരാരംഭിക്കുവാനുള്ള സാമഗ്രികൾ ലഭ്യമാക്കുകയും രോഗികൾക്ക് അത് ആശ്വാസകരമാവുകയും ചെയ്തു. ഡോക്ടർ ഹാരിസിന്റെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് മാത്രമാണ് പെട്ടെന്നുള്ള ഈ മാറ്റങ്ങൾ സംഭവിച്ചത്. ചുവപ്പ് നടയിൽ കുരുങ്ങിക്കിടന്ന തീരുമാനങ്ങൾ നാട് പൊട്ടിച്ച് പുറത്തു കടന്നത് ഡോക്ടർ ഹാരിസ് നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്നാൽ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന വ്യക്തിക്ക് കിട്ടേണ്ട പരിഗണനയല്ല ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ എതിർപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടിയും സർക്കാരും അഴിച്ചുവിടുന്നത്. ഇത് പൂർണ്ണമായും പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ മേൽ സംഘടിതമായി നടത്തുന്ന കടന്നുകയറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡോക്ടർ ഹാരിസ് നിർത്തിവെക്കപ്പെട്ട നിരവധി ശസ്ത്രക്രിയകളെക്കുറിച്ചും അതുമൂലം രോഗികൾക്ക് ഉണ്ടാകുന്ന കനത്ത ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യമായ തന്റെ പ്രവൃത്തി മണ്ഡലവും ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. പക്ഷേ അതിന്റെ പ്രാധാന്യം കൃത്യമായും വ്യക്തമായും സർക്കാർ സ്വീകരിച്ചോ എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ ക്രൂശിക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു ഭരണ സംവിധാനം ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കില്ല എന്നുറപ്പാണ്. ആരോഗ്യരംഗത്ത് വർഷങ്ങളായി മുൻപന്തിയിൽ തന്നെയുള്ള കേരളത്തിൽ സതുദ്ദേശത്തോടെ പറയുന്ന ഇത്തരം അഭിപ്രായങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുവാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞാൽ കേരളത്തിന് വൻ മുന്നേറ്റം സാധ്യമാകും. അത് അംഗീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. പാഠ്യപത്രം ഡോക്ടറുടെ പ്രസ്താവനയെ ആരോഗ്യരംഗത്തെ അപഹസിക്കൽ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളും ഇടതുപക്ഷ പാർട്ടിയായ CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ സ്വാഗതം ചെയ്യുന്നു. ഏതെങ്കിലും ചട്ടലംഘനത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ തുറന്നു പറച്ചിൽ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുമെന്ന് കരുതാം.